ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് അമ്മൂൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, നവംബർ 23 അപ്പോൾ ഇപ്പോൾ ഞാൻ വ്ലോഗ് എടുക്കുന്നത് 22 നൈറ്റ്, ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബീച്ചിലേക്ക് പോവാണ്. അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ്, എപ്പോഴും എൻ്റെ അടുത്തല്ല, എപ്പോഴും അനന്തൂൻ്റെ അടുത്ത് പറയാറുണ്ട് അവളുടെ ബർത്ത്ഡേക്ക് നൈറ്റ് അവിടെ ബീച്ചിൽ കൊണ്ടുപോയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യണം എന്നൊക്കെ എപ്പോഴും അനന്തൂൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നോക്കി ബീച്ചിൽ പോയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അവൾക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് അറിയത്തില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ് റെഡിയായി നിൽക്കും, നമുക്ക് ചുമ്മാ ഒന്ന് പുറത്തൊക്കെ പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം പോകുന്നത് ഞാനും അനന്തും അച്ചും വിവേകാനന്ദടുത്ത് നമ്മൾ പറഞ്ഞു, അണ്ണൻ അറിയാൻ കേട്ടോ സർപ്രൈസായിട്ട് കൊടുക്കുന്നെന്ന്. അപ്പോൾ അമ്മൂനുള്ള അറിയാത്തത്. അപ്പം അവിടെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അവളെ പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ വീട്ടിൽ നിന്ന് ഞാനും അച്ചും അനന്തവും കൂടെ ഇറങ്ങി കേട്ടോ, അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകണം. നമ്മൾ അവളോട് ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡിയായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ബീച്ചിൽ പോകാൻ വൈകിട്ടെന്ന്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞല്ലോ. പുള്ളിക്കാരിക്ക് ഒരു ഡൗട്ട് അടിച്ചെന്ന് തോന്നുന്നല്ല, അവൾക്ക് മനസ്സിലായി കാണും. കാരണം നമ്മൾ ബർത്ത്ഡേയുടെ തലേന്നൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എന്തായാലും മനസ്സിലാവുമല്ലോ. വീട്ടിൽ പോയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം നമുക്ക് മനസ്സിലായിരുന്നു വെച്ചാൽ ഒന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ ബീച്ചിലേക്ക് എത്തി. നിങ്ങൾ പറഞ്ഞിട്ടാണോ ഡ്രസ്സ്? കുറേ നേരം നമ്മൾ അവിടെ നിന്നപ്പോൾ ഒരു ചേട്ടന് അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം അവിടേക്ക് പോയി തേടും. പിന്നെ വേറെ എന്തൊക്കെയോ കുറേ മീൻ ചേട്ടൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം കുറേ നേരം അവിടെ നോക്കിക്കൊണ്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും അനന്തവും കൂടെ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടികളിലേക്ക് പോയി കേട്ടോ. എവിടെ സെറ്റ് ചെയ്യാനാ? നമ്മളങ്ങനെ ബീച്ചിൽ വന്നു കേട്ടോ. ബീച്ചിൽ വന്നിട്ട് ചുമ്മാ കുറേ നേരം ഇവിടെയൊക്കെ നടന്ന് കേക്കുമായിട്ട് നമ്മൾ പോവാണ്. അവൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കാം. എല്ലാവരും നമ്മൾ ഈ സമയത്ത്, അതും ഇന്നത്തെ ദിവസം തന്നെ ഇവിടെ വരുമ്പോൾ ഒക്കെ എന്തായാലും മനസ്സിലാവുമല്ലോ. എന്നാലും നോക്കാം. സർപ്രൈസ് ആവുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ലെറ്റ്സ് സീ. അവരെ കാണുന്നില്ല ഗൈസ്. ഞങ്ങളാണെങ്കിൽ അവരെ ഇവിടെ നിർത്തിയിട്ട് ഞാനും അനന്തവും കൂടെ കേക്ക് എടുക്കാനായിട്ട് പോയതാണ്. അവരെന്താണെന്ന് അറിയത്തില്ല. നമ്മൾ കൊല്ലം ബീച്ചിലാണ് കേട്ടോ വന്നേ. ഞാൻ ആക്ച്വലി ഫസ്റ്റാണ് കേട്ടോ അങ്ങനെ നൈറ്റൊക്കെ വന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നത്. അവരവിടെ ഇരിപ്പുണ്ട് ഗൈസ്, നോക്ക്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കേക്ക് എടുത്തിട്ട് വന്നു കേട്ടോ. അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ അന്ന് ബർത്ത്ഡേയുടെ തലേ ദിവസം തന്നെ നൈറ്റ് ബീച്ചിൽ വരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്യാനായിരിക്കും നമുക്ക് ഓൾറെഡി മനസ്സിലായല്ലോ. അങ്ങനെ ഞാൻ ആദ്യം അവിടെ കേക്ക് കട്ട് ചെയ്യാനാണ് സെറ്റ് ചെയ്തത്. പക്ഷേ അവിടെ ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് വേറൊരു പ്ലേസിലേക്ക്. ഹാപ്പി ബർത്ത്ഡേ അമ്മു. അഴകേ നീ അറിയാമറയത്ത് അലമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി. ആരു പറഞ്ഞു ഞാൻ കണ്ടത് കനവാണെന്നാരു പറഞ്ഞു. 7 നിറം കൊണ്ടെഴുതിയതെല്ലാം മഴവില്ലു വിരിഞ്ഞതുപോലെന്നാരു പറഞ്ഞു. കളിച്ചൊല്ലും കുയിലാണോ കുഴലൂതും കാറ്റാണോ ആരാണി കള്ളം
കതിരാ കനവാണെന്നാരു പറഞ്ഞു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ബാലൻസ് വന്ന കേക്ക് നമ്മൾ ബീച്ചിൽ കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അവർക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ. അവളാണെങ്കിൽ ഭയങ്കര സർപ്രൈസ് ഒന്നും ആയിട്ടില്ലായിരുന്നു, പക്ഷേ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായത് ഫേസ് കാണുമ്പോഴേ നമുക്കറിയായിരുന്നു. അവൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ടാണ് വരുന്നതെന്നും എല്ലാം ഒക്കെ മനസ്സിലായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ബർത്ത്ഡേ സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചപ്പറ? പ്ലാൻ ചെയ്ത് നേരത്തെ ഹിന്റ് കൊടുത്തിട്ട് പറഞ്ഞു തരണം. ആദ്യത്തെ കുറിച്ച് പറയുന്നില്ല ഒന്നും. ഇതാ പറഞ്ഞ ആശ്ചര്യമായിരിക്കും പറയാൻ. മനസ്സിലായതേ ഇല്ലല്ലേ? ഇങ്ങനെ രണ്ട് കൈ വെക്കണം. കേക്ക് തരുമ്പോ സന്തോഷം കരയണം. ഞാൻ പക്ഷെ ഞങ്ങളെ കെട്ടിപ്പിടിച്ചൊക്കെ കരയുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് ഇതുപോലൊക്കെ സർപ്രൈസ് ഒക്കെ. ഇത് കഴിഞ്ഞ ആഴ്ച ഈ ബീച്ച് വന്നപ്പോ ഞാനാ പറഞ്ഞു എനിക്ക് ഇതേപോലെ കേക്ക് കൊടുക്കണം. എന്തായാലും ഞങ്ങൾ വന്ന് മുറിപ്പിച്ചില്ലേ ഓടി. നന്ദി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. കുറേ നേരം സംസാരിച്ചൊക്കെ നടന്നിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ അവിടെ ഉള്ളൊരു ഷോപ്പിൽ പോയി ചായ കുടിക്കാമെന്ന് വെച്ചു. പക്ഷേ ആർക്കും അവിടെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേറൊരു ഇവിടേക്ക് പോയി. അപ്പോൾ വേണം പറഞ്ഞു. ഇവിടെ എന്തോ വാടി കടപ്പുറത്ത് നല്ല ഫിഷും കാര്യങ്ങളൊക്കെ കിട്ടും, നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അവിടേക്ക് പോവാണ്. അവിടെ ചെന്നപ്പോൾ നമ്മൾ ദോശയാണ് പറഞ്ഞത്. ദോശയും പൊറോട്ടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ദോശയും പൊറോട്ടയും പറഞ്ഞു. പിന്നെ പറഞ്ഞത് ചൂര ഫ്രൈയും അയല ഫ്രൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ നമുക്ക് ഗ്രേവിയും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ അത്രയും ചൂര ഇത്രയും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതിനെല്ലാം അടിപൊളി ഫുഡായിരുന്നു, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ വയറ് നിറച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അവിടുത്തെ കടപ്പുറത്ത് പോയി. കുറേ നേരം അവിടെ മീനൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കിക്കൊണ്ട് കുറേ നേരം നിന്നുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു.